യെസ്, മാർക്കറ്റ് ഡൗൺ ആയതിനു ശേഷം ഡേ ലോ ലെവലിൽ നിന്ന് ഒരു അപ്പ് മൂവ് വന്നിട്ടുണ്ട്. ഡേ ഹൈയിലെത്തിയിട്ടുണ്ട്. ഒരു എൻട്രി കൊടുക്കാം, കോൾ ഓപ്ഷൻ. $26,000 കോൾ ഓപ്ഷൻ ആകുമ്പം 150 താഴെയുണ്ട്. ഇതിൽ കുറച്ച് അഗ്രസീവായിട്ട് ആഡ് ചെയ്താൽ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കോസ്റ്റിലുണ്ട്. 1 crore ഇൻവെസ്റ്റ് ചെയ്ത്, 1 കോടി ഇൻവെസ്റ്റ് ചെയ്ത് 2 കോടി അവൈലബിൾ മാർജിനുണ്ട്. ഇതിലൊരു 5 to 7 lakhs എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഒരു പ്രോഫിറ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് നോക്കാം. കോസ്റ്റിലുണ്ട്. ഇപ്പോൾ 1/3 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കോസ്റ്റിലുണ്ട്. ഒരു ഹൈ റീടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യാം. 5 to 7 lakhs പ്രോഫിറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നമുക്കൊരു റേഞ്ച് വേണം, എത്ര പ്രോഫിറ്റ് വരുമെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയണം. അത് ഒരുപാട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് പറയുന്നത്? ഒരു 15 lakhs 20 lakhs. അപ്പോൾ ഒരു ട്രേഡിൻ്റെ റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് നമുക്ക് അറിയാം. അപ്പോൾ അതിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം, എത്ര വരെ കിട്ടാം. ഇപ്പോൾ നമ്മളൊരു 5 lakhs പ്രോഫിറ്റ്, ഈ ഒരു 1 crore ഇൻവെസ്റ്റ് ചെയ്ത് 5 lakhs പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡിൽ നിന്ന് നമുക്ക് ഒരിക്കലും 20 lakhs ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 20-25 lakhs വരുന്ന ഒരു ട്രേഡ് ആണെങ്കിൽ അതിനകത്ത് 5 lakhs മാത്രം ബുക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് ആ ഒരു ഡിപ്പെൻഡിങ് ഓൺ ദ ട്രേഡ്, ടൈപ്പ് ഓഫ് ട്രേഡ്, അല്ലെങ്കിൽ ആ ഒരു ഡേയുടെ മാർക്കറ്റ് കണ്ടീഷൻ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാറുന്നത്. അത് ഓരോ ഡേയും വ്യത്യാസം ഉണ്ടാവും. ചില ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ 2 ദിവസം നോക്കുകയാണെങ്കിൽ 10 lakhs 12 lakhs അതുപോലെ തന്നെ 20 lakhs വരെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലത്തെ ഒരു ട്രേഡിൽ 7 lakhs മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതൊരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ട്രേഡ് എൻ്റർ ചെയ്യുമ്പോൾ അറിയാം അതിനകത്തുനിന്ന് എത്ര പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ട് ടു എക്സ്പെക്ട് ഫ്രം എ പെർട്ടിക്കുലർ ട്രേഡ്. റിസ്ക് സൈഡും അതുപോലെ തന്നെ എത്ര റിസ്ക് വരെ ബെയർ ചെയ്യാം. അപ്പോൾ റിവേഴ്സൽ സൈൻസ് അനാലിസിസ് വരുമ്പോൾ അതുപോലെ തന്നെ ഒരു ട്രേഡ് എൻ്റർ ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടാവും. യെസ്, നല്ലൊരു മൊമെൻറ്റം വന്നിട്ടുണ്ട്. 1.5 lakhs പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ 50% വരെ എൻ്റർ ചെയ്യാറുണ്ട്. ഇന്ന് അത്ര എൻ്റർ ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ
പ്രീമിയം കുറച്ച് ഹൈ ആണ്, 150 ലെവലിൽ വരുന്നുണ്ട്. ഇപ്പോൾ 2 lakhs പ്രോഫിറ്റിലുണ്ട്. യെസ്, നമുക്കൊരു 5 to 7 lakhs എക്സ്പെക്റ്റ് ചെയ്യാം. യെസ്, 153 റുപ്പീസിലെത്തിയിട്ടുണ്ട്. നല്ലൊരു മൊമെൻറ്റം നമുക്ക് കാണാം. യെസ്, 7 lakhs വന്നു, 156. യെസ്, അപ്പോൾ നമുക്ക് 8 lakhsോളം ഈ ട്രേഡിൽ ബുക്ക് ചെയ്യാൻ പറ്റി. 8 ലക്ഷം രൂപ. നല്ല മൊമെൻറ്റം. ഈ ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഒരു ബ്രേക്ക് ഔട്ട് വരുമെന്നൊരു പുൾ ബാക്കിന് ശേഷം. യെസ്, 26,040 ലെവലിലേക്ക് വന്നു മാർക്കറ്റ്. നമുക്ക് 8 lakhs ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചു. ലാസ്റ്റ് ട്രേഡിൽ ഒരു 6 lakhs ബുക്ക് ചെയ്തു. ടോട്ടൽ ഒരു 14 lakhs ബുക്ക് ചെയ്യാൻ സാധിച്ചു ഇന്ന് ഓവറോൾ ഇന്നത്തെ ദിവസം. നെക്സ്റ്റ് ഒരു എൻട്രിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇനി ഫെർദർ എൻട്രീസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ട്രേഡോടുകൂടി ക്ലോസ് ചെയ്യാം. ഞാനത് നല്ലൊരു മൊമെൻറ്റം വരികയാണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ട്രേഡ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇനി തേർഡ് ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു മൊമെൻറ്റം വരുന്നുണ്ട്. മേ ബി ഒരു റെസിസ്റ്റൻസ് ലെവൽ ഫോം ചെയ്ത് ഒരു ഹയർ ഹൈ വരികയാണെങ്കിൽ മാത്രമേ എൻട്രി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു ട്രേഡ് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 14 lakhs പ്രോഫിറ്റിലാണ് ഇന്നത്തെ ദിവസം ഇതുവരെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫർദർ ഒരു ഹയർ ഹൈ വരികയാണെങ്കിൽ ഞാൻ എൻട്രി ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യും. ഓക്കെ.